ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ ലോഡ് വരുന്നെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ലോഡിലുണ്ടാകുന്ന വെറൈറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മൊത്തം. അതായത് ഒരുപാട് വെറൈറ്റീസ് നല്ല ഹെൽത്തി ആയിട്ടും ബുഷായിട്ടുള്ള സൈസ് പ്ലാന്റ്സാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് കാണാം. നിങ്ങൾ ഈ കാണുന്നത് പീസ് ആൻഡ് ലവ് ആണ്. പീസ് ആൻഡ് ലവിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ കാണുന്നത് പോലെ തന്നെയാണ് നമ്മൾ നട്ട് കഴിഞ്ഞാലും പീസ് ആൻഡ് ലവ് കിട്ടുക. അതായത് ഒരുപാട് കളർ വെറൈറ്റീസ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ വരുന്നത്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു 3-4 കളേഴ്സായിട്ട് ഒരു കൊലയിൽ തന്നെ പൂത്ത് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. പീസ് ആൻഡ് ലവിൻ്റെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി, നിങ്ങൾക്ക് തിരിച്ച് കാറ്റലോഗ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാറ്റലോഗിനകത്ത് പ്ലാന്റിൻ്റെ റേറ്റും, അതായത് പിക്ചറും പേരും അതുപോലെ തന്നെ പ്ലാൻ റേറ്റും ഉണ്ടായിരിക്കും. ഈ കാണുന്നത് പീച്ച് ക്രീക്രിയാണ്. പീച്ച് ക്രീക്രിയുടെയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി പ്ലാന്റ്സാണ്. പീച്ച് ക്രീക്രി നല്ലൊരു വെറൈറ്റി, ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതും അധികം എപ്പോഴും സെയിൽ ചെയ്യാൻ കിട്ടുന്നൊരു വെറൈറ്റി അല്ല. ഞാനും കുറച്ച് തവണയെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഈ വെറൈറ്റി. അപ്പോൾ പീച്ച് ക്രീക്രിയുടെ നല്ല ക്വാളിറ്റി തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ ഉള്ളത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസും നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഭംഗി മാത്രമല്ല, ഇതിൻ്റെ ഈ പൂക്കൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താങ്ങി നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അത്രമാത്രം പൂക്കൾ ഒരു കൊലയിൽ തന്നെ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. ഇതിനിങ്ങനെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല പ്ലാന്റിന്, ഇത്രയും പൂക്കൾ കാരണം, വെയിറ്റ് കാരണം അതിങ്ങനെ ചായഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റി തന്നെയാണ് ഓർക്കിഡ് റോസ്. ഈ കാണുന്ന ഫ്ലവറിങ്ങും അല്ല, കുറച്ചുകൂടി ഡാർക്കായിരിക്കും പിങ്ക്. ഇത് കുറച്ച് പൂക്കൾ കുറച്ചിങ്ങനെ ഫെയ്ഡായതാണ്, കളർ ഫെയ്ഡായതാണ്. മാത്രമല്ല പൂക്കൾ ഈ ഫെയ്ഡായി പോവുകയാണെങ്കിൽ പോലും ആ പ്ലാന്റ്സിൽ തന്നെ മുട്ടുകളും ഉണ്ട്. ഒരുപാട് മുട്ടുകളുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കപ്പ് കേക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഡച്ച് റോസ് എന്നും പറയും, കപ്പ് കേക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഒരുപാട് മുള്ളുകളൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ്. മാത്രമല്ല ഒരുപാട് പൂക്കൾ തരുന്ന, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്ലാന്റിലുള്ള ഫ്ലവേഴ്സാണ് ഇത്രയും. അതായത് ഒരുപാട് പൂക്കൾ ഇങ്ങനെ വരികയും അതുപോലെ തന്നെ ഈ പൂക്കൾ വാടിപ്പോകുന്നതനുസരിച്ച് പുതിയ പൂക്കൾ കിട്ടുന്ന, അതായത് ഡെയിലി പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ കപ്പ് കേക്ക് എന്ന് പറയുന്ന വെറൈറ്റി, കപ്പ് കേക്കിൻ്റെയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിസ്റ്റ് എല്ലാം കാറ്റലോഗിൽ അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സാപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ഇത് ബട്ടർഫ്ലൈ റോസിൽ പെടുന്നൊരു വെറൈറ്റിയാണ്. ഇതൊരു മജന്ത കളർ ഫ്ലവറിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ ലീഫിനോടൊപ്പം തന്നെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. അതായത് ഒരുപാട് ലീഫും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും, നല്ല ബഞ്ചായിട്ട് പൂക്കൾ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരുപാട്. അതായത് പ്ലാന്റിൽ നമ്മളൊരു സീരിയൽ സെറ്റ് ഇട്ടിരിക്കുന്നത് പോലെ അത്രയ്ക്കും ലൈറ്റ് വരുന്നത് പോലെ തന്നെ ഫ്ലവറിങ്ങിന് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ്. ഇതും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ മിനിയേച്ചർ യെല്ലോ വരുന്നുണ്ട്. മിനിയേച്ചർ യെല്ലോ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ നല്ല ഒരു ഫ്ലവറിംഗ് ആണ് വരുന്നത്. യെല്ലോയും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നൊരു ഫ്ലവറിംഗ് ആണ് വരുന്നത് മിനിയേച്ചർ യെല്ലോയ്ക്ക്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളും പൂക്കളും എല്ലാം ചെറിയ സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്തത് കമ്മൽ റോസാണ്. കമ്മൽ റോസും നിങ്ങൾ ഈ കാണുന്ന സൈസിലുള്ള നല്ല ക്വാളിറ്റി പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചർ ടൈപ്പാണ്, വൈറ്റ് കളർ ഫ്ലവറിംഗ് ആണ് ഇതിന് വരുന്നത്. ലീഫും ഫ്ലവറും എല്ലാം ചെറിയ സൈസാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക. ഇത് റെഡ് പിനാക്യോ ആണ്. റെഡ് പിനാക്യോയുടെയും നല്ല ക്വാളിറ്റി പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് റെഡ് പിനാക്യോ കാണാനായിട്ട്. നല്ല പേപ്പറിൽ വെട്ടി വെച്ച പോലത്തെ ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ റെഡ് പിനാക്യോ ആവശ്യമുള്ളവരും മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ സമ്മർ സ്നോ അവൈലബിൾ ആണ്. സമ്മർ സ്നോയുടെയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് പൂക്കൾ തരുന്ന, ഡെയിലി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് സമ്മർ സ്നോയും. അപ്പോൾ സമ്മർ സ്നോ ആവശ്യമുള്ളവരും മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ മാംഗോ യെല്ലോ ഇവിടെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. മാംഗോ യെല്ലോ നിങ്ങൾ ഈ കാണുന്ന ഫ്ലവറിംഗ് ആണ്. ഇത് ഈ സൈസല്ല, ഇതിൽ നിന്ന് നല്ല കുറച്ചുകൂടി വലിയ സൈസിലാണ് ഫ്ലവറിംഗ് ആവുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് മാംഗോ യെല്ലോ. മാംഗോ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാമ്പഴത്തിൻ്റെ കളറുള്ള, പഴുത്ത മാമ്പഴത്തിൻ്റെ കളറുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. കരിഷ്മ റോസും അവൈലബിൾ ആണ്. കരിഷ്മ റോസും നമ്മുടെ ലോഡിൽ വരുന്നുണ്ട്. നല്ല സൂപ്പർ പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കരിഷ്മ റോസ് നല്ല സെയിലുള്ളൊരു വെറൈറ്റിയാണ്. ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഫ്ലെയിം പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. തീ പോലെ ഇരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക.
പീച്ച് ഓറഞ്ചും അവൈലബിൾ ആണ്. പീച്ച് ഓറഞ്ചിൻ്റെ നാടൻ തൈകളും അവൈലബിൾ ആണ്. അതുപോലെ ബഡ്ഡിങ് തൈകളും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ആണ്. നാടനും ബഡ്ഡിങ് ക്വാളിറ്റി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക. അടുത്ത വെറൈറ്റി കൊത്തുമഞ്ഞയാണ്. കൊത്തുമഞ്ഞ നല്ല എൻക്വയറി ഉള്ളൊരു വെറൈറ്റിയാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ കൊത്തുമഞ്ഞ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഓർഡർ ചെയ്ത് വയ്ക്കുക. പ്ലാന്റ്സ് തീർന്നിട്ട് വന്ന് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റിന് പ്രയോറിറ്റി വരുന്നത്. കൊത്തുമഞ്ഞ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏത് പ്ലാന്റാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത്, ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് തന്നതിന് ശേഷം ആ പ്ലാന്റ് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചാറ്റിൽ മെൻഷൻ ചെയ്യുകയോ ചെയ്യുക. വാട്സാപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്. DTDC വഴിയാണ് പ്ലാന്റ് അയച്ചിരുന്നത്. ഓർഡർ എടുത്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക്